ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളിൽ ഇറാൻ ഒരു നിർണായക സ്വാധീനമായി മാറിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരുടെ ഉപരോധങ്ങളെയും സൈനിക ആക്രമണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ സ്വയം പര്യാപ്തമായ ഒരു രാഷ്ട്രമായി നിലകൊള്ളുന്നു. ഈയടുത്ത് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ദേശീയ ഐക്യം അനിവാര്യമാണെന്ന് ആഹ്വാനം ചെയ്തതും ഈ വിഷയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. ഇറാൻ നേരിടുന്ന വെല്ലുവിളികൾ, അവരുടെ പ്രതിരോധ തന്ത്രങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരത, ഭാവി രാഷ്ട്രീയ സാധ്യതകൾ എന്നിവ വിശദമായി പരിശോധിക്കുകയും വേണം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയുടെ ചരിത്രം 1979 ഇസ്ലാമിക് വിപ്ലവത്തിൽ തുടങ്ങുന്നു. വിപ്ലവത്തിലൂടെ ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ പുറത്താക്കി അയത്തുള്ള റുഹോല ഖമേനി അധികാരത്തിലെത്തിയതോടെ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ടു. ഈ മാറ്റം അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റിലെ താൽപര്യങ്ങൾക്ക് വൻ തിരിച്ചടിയായി. വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിൽ അമേരിക്കൻ എംബസി തടഞ്ഞുവെച്ച ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാക്കി. തുടർന്ന് അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തി. ഈ ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ വ്യവസായത്തെയും ബാങ്കിംഗ് മേഖലയും ലക്ഷ്യമിട്ട് രാജ്യത്തെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിച്ചു.